ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതിരൂക്ഷമായി വിമർശിക്കുമ്പോൾ ഏറ്റവും വലിയ രക്ഷകനായി അവതരിക്കുകയാണ് ശശി തരൂർ MP. ഇതിൽ പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷവും അത്ഭുതം കൂറുകയാണ്. തരൂരിന്റെ അസാധാരണ നീക്കം പ്രതിപക്ഷ നിരയെ ഒന്നാകെ ദുർബലമാക്കുകയാണ്. പ്രധാനമന്ത്രി മോദിയുടെ അനൌദ്യോഗിക വക്താവായി ശശി തരൂർ മാറിയെന്നാണ് കൊൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദ ടെലിഗ്രാഫ് പത്രം വിമർശിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയ്ക്ക് ഇന്ത്യ സമ്മതിച്ചോ എന്ന ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിക്ക് രക്ഷാകവചവുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ ഓൾ ഔട്ട് പിന്തുണ. പാർലമെന്ററി വിദേശകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂറിനും പ്രധാനമന്ത്രിക്കും നൽകുന്ന പിന്തുണ വാക്കുകളെ BJP അതീവ താൽപര്യത്തോടെയാണ് സ്വീകരിക്കുന്നത്. പ്രതിപക്ഷം എന്ന നിലയിലുള്ള കോൺഗ്രസിന്റെ നിലപാടുകളെ നിരായുധമാക്കുന്ന പണിയാണിപ്പോൾ തരൂർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ സജീവമാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് അമേരിക്കയ്ക്കും പാകിസ്ഥാനും മുന്നിൽ മുട്ടുമടക്കാത്ത ഇന്ദിരാഗാന്ധിയെ ഉദാഹരിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ മോദി സർക്കാരിനെതിരെ രംഗത്ത് വന്നത്. 1971 സാഹചര്യമല്ല 2025 എന്ന് പറഞ്ഞ് ശശി തരൂർ കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കാനാണ് താൽപര്യം പ്രകടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു പിന്നാലെ 1971 ഇന്ത്യ പാക് യുദ്ധസമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് കീഴടങ്ങിയിരുന്നില്ലെന്ന പ്രചരണവുമായാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വന്നത്. ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് തരൂർ സ്വീകരിച്ചത്. തരൂർ സ്വയം ഒരു ക്ലാസിക് ലിബറൽ ആയി നിലകൊള്ളുന്നതിലൂടെ കോൺഗ്രസിന്റെ വാദമുഖങ്ങൾ പലപ്പോഴും പൊളിഞ്ഞു പോവുകയാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും BJPയെ പിന്തുണയ്ക്കുന്ന തരൂരിന്റെ സമീപനങ്ങളിൽ കോൺഗ്രസ് മിക്കപ്പോഴും വെട്ടിലാവുന്നുമുണ്ട്. തരൂരിനോട് വായടയ്ക്കാൻ പോലും പറയാനാവാത്ത അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധിയും പാർട്ടിയും. പല അവസരങ്ങളിലും അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായിരുന്നു. 3 മാസം മുൻപ് F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ വാങ്ങിയതുപോലെ. അതേസമയം ഇന്ത്യ ഒരിക്കലും ഒരു വിദേശ രാജ്യത്തിന്റെ മധ്യസ്ഥത ആവശ്യപ്പെടില്ലെന്നും ക്രെഡിറ്റ് ആരും ആഗ്രഹിച്ചു പോകുന്നത് സ്വാഭാവികമാണെന്നുമുള്ള തരൂരിന്റെ പ്രതികരണവും കോൺഗ്രസിന്റെ ഉത്തരം മുട്ടിച്ചിരിക്കുകയാണ്. തരൂരിന്റെ നിലപാട് BJPക്ക് വലിയ പിന്തുണയാകുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസ് നേതൃത്വത്തെ പരിഹസിച്ച് തരൂരിന്റെ നിലപാട് BJP നേതാക്കൾ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കുന്നതാണ് തരൂരിന്റെ നിലപാട്. രാജ്യ താൽപര്യം മാത്രമാണ് തന്റെ മുൻഗണനയെന്ന നിലപാട് തരൂർ ആവർത്തിക്കുമ്പോൾ നേതൃത്വത്തിന് ഒന്നും ചെയ്യാനാകുന്നില്ല. എതിർവഴിയിലൂടെ നീങ്ങുന്ന തരൂരിന്റെ നിലപാട് രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണോ എന്ന ചർച്ചയും സജീവമാവുകയാണ്. ഇതിനിടയിൽ ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഇന്ത്യയെ സംബന്ധിച്ച് നിരാശാജനകമാണെന്ന് ശശി തരൂർ അഭിപ്രായപ്പെട്ടതും ശ്രദ്ധേയമാണ്. അദ്ദേഹം ഭീകരവാദത്തിന്റെ ആസൂത്രകരെയും ഇരയെയും തെറ്റായി ഒരേ തരത്തിൽ തുലനം ചെയ്യുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധങ്ങൾക്കെതിരായ അമേരിക്കയുടെ മുൻകാല നിലപാടിനെതിരാണ് ഇതെന്ന് തരൂർ എക്സിൽ കുറിച്ചിരുന്നു. പാകിസ്ഥാന് ചർച്ചയ്ക്കുള്ള അവസരം വാഗ്ദാനം നൽകുന്നു. തോക്കു ചൂണ്ടി നിൽക്കുന്ന ഭീകരരുമായി ഇന്ത്യ ഒരിക്കലും ചർച്ച നടത്തില്ല. ഭീകരരുടെ ലക്ഷ്യമായ കശ്മീർ വിഷയത്തെ അമേരിക്ക അന്താരാഷ്ട്രവൽക്കരിക്കുന്നു. തർക്ക വിഷയം എന്ന വാദത്തെ പോലും നിരസിക്കുന്ന ഇന്ത്യ കശ്മീർ ആഭ്യന്തര പ്രശ്നമായി മാത്രമാണ് കാണുന്നത്. ഈ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടലിന് ഇന്ത്യ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു വിദേശ രാജ്യത്തിന്റെയും മധ്യസ്ഥത അഭ്യർത്ഥിച്ചിട്ടുമില്ല. ആഗോളതലത്തിൽ ഇന്ത്യയെയും പാകിസ്ഥാനെയും പുനർനിർവചിക്കാനുള്ള ശ്രമവുമുണ്ട്. പതിറ്റാണ്ടുകളായി ലോക നേതാക്കൾ ഇന്ത്യ സന്ദർശനങ്ങളെ പാകിസ്ഥാൻ സന്ദർശനങ്ങളുമായി ബന്ധിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പ്രസ്താവന ഒരു പിന്നോക്കം പോകലാണെന്നും ശശി തരൂർ തുറന്നടിച്ചിരുന്നു.